ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. അങ്ങനെ പ്രൂവ് ദാറ്റ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം. അടുത്ത പ്രൂവ് ദാറ്റ്. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. അര സ്ക്വയറിന് പകരം ക്യൂബാണ് വരുന്നത്. ഷോ ദാറ്റ്. ഇത് അപ്പോൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ഈ രണ്ട് വണ്ണും ഈ വണ്ണ് വെച്ച് 0 ആക്കുക. അപ്പോൾ 1a ക്യൂബ്, ഇത് മൈനസ് ചെയ്യുമ്പോൾ 0, b മൈനസ് എ, b ക്യൂബ് മൈനസ് എ ക്യൂബ്, 0, c മൈനസ് എ, c ക്യൂബ് മൈനസ് എ ക്യൂബ്. ഇനി നമുക്ക് ഫസ്റ്റ് കോളം വെച്ചിട്ട് ഡിറ്റർമിനൻറ്റ് കാണാം. ഇപ്പോൾ ഒരു എലമെൻറ്റ് വെച്ച് മാത്രം ഡിറ്റർമിനൻറ്റ് കണ്ടാൽ മതി. 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് b മൈനസ് എ, ഇനി കോമൺ ഉണ്ടെങ്കിൽ കോമൺ എടുക്കാം. ബി ക്യൂബ് മൈനസ് എ ക്യൂബ് എക്സ്പാൻഡ് ചെയ്താൽ എന്താ വരിക? ബി മൈനസ് എ ഇൻറ്റു സി ക്യൂബ് മൈനസ് എ ക്യൂബിന് എക്സ്പാൻഡ് ചെയ്താൽ ഇനി ഫസ്റ്റ് റോന്ന് ബി മൈനസ് എ കോമൺ എടുക്കാം. ഫസ്റ്റ് റോയിൽ നിന്ന് ബി മൈനസ് എ കോമൺ എടുക്കാം. സെക്കൻഡ് റോയിൽ നിന്ന് സി മൈനസ് എ, വൺ, അടുത്ത് ബി മൈനസ് എ, സി മൈനസ് എ, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് മൈനസ് ഓഫ് എ സ്ക്വയറും മൈനസ് എ സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ഇനി ബാക്കി, അതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതും. ബി മൈനസ് എ, സി മൈനസ് എ, അതിൻ്റെ ബാക്കി സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് എ സി മൈനസ് എ ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മോഡലാണ് ഇത്. അതിന് സി മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ബി എന്ന് എഴുതാം. ഇതിൽ നിന്ന് എ കോമൺ എടുക്കാം. ഇനി ഇത് രണ്ടിൽ നിന്നും സി മൈനസ് ബി കോമൺ എടുക്കാം. ഒന്ന് ഈ ആൻസർ കിട്ടേണ്ട രീതി, ഷോ ദാറ്റ് ഇതിൻ്റെ രീതിയിൽ എഴുതാം.
തിരിച്ചിടാം എ മൈനസ് ബി, നെഗറ്റീവ് പുറത്ത് തിരിച്ചിടാം ബി മൈനസ് സി, നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് സി മൈനസ് സി, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ഒരു പാറ്റേൺ മനസ്സിലായി. ഇനി അടുത്തത് ഈ ക്വസ്റ്റ്യൻ, നേരത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വെച്ചാൽ നേരത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഓക്കെ, അതിൻ്റെ ആൻസർ നമുക്കിത് കിട്ടി, റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഇത് ഈക്വൽ ടു ഇതാണെന്ന് ഷോ ചെയ്യാം. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഇനി ഇതും ഇതും സീറോ ആക്കാം. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻ്റ് എന്താ വരിക? 1a² a³ 0 b² മൈനസ് a² b³ മൈനസ് a³ c³ മൈനസ് a³. ഇനി ഫസ്റ്റ് കോളം വെച്ചിട്ട് ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് വെച്ച് മാത്രം ഡിറ്റർമിനൻ്റ് കണ്ടാൽ മതി. ഓക്കെ, 1 into determinant b² minus a². അപ്പോൾ ഒരൊറ്റ എലമെൻറ്റ്, ബാക്കിയൊക്കെ 0 0 ആയി പോകും. ഫസ്റ്റ് എലമെൻറ്റ് വെച്ച് മാത്രം മതി. ഈ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതും 0 ആയി പോകും. ഇനി കോമൺ ഉണ്ടെങ്കിൽ കോമൺ എടുക്കാം. ഇനി എക്സ്പാൻഷൻ നോക്കാം. b² മൈനസ് a² b മൈനസ് a ഇൻറ്റു b പ്ലസ് എ എഴുതാം. ഇതിനെ b മൈനസ് a ഇൻറ്റു b² പ്ലസ് ba പ്ലസ് a² ആയിരുന്നു. c മൈനസ് a ഇൻറ്റു c പ്ലസ് എ എന്ന് എഴുതാം. ഇതിനെ c മൈനസ് a ഇൻറ്റു ഇനി ഫസ്റ്റ് റോയിൽ നിന്ന് ബി മൈനസ് സിയും ബി മൈനസ് എയും സെക്കൻഡ് റോയിൽ നിന്ന് സി മൈനസ് എയും ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി ബി പ്ലസ് എ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത് മായ്ക്കുന്നു. അതിൻ്റെ ഡിറ്റർമിനൻ്റ്
മൾട്ടിപ്ലൈ ചെയ്താൽ ഇനി എ ബി സ്ക്വയർ ബി എ സ്ക്വയറും ബി എ സ്ക്വയറും ഉണ്ട്, മൈനസും പ്ലസും ക്യാൻസലായി. എ ബി സി മൈനസ് എ ബി സിയും ക്യാൻസലായി. എ ക്യൂബും മൈനസ് എ ക്യൂബും ക്യാൻസലായി. ഇനി എ സ്ക്വയർ സിയും ക്യാൻസലായി. ബാക്കി ബി സി സ്ക്വയർ മൈനസ് സി ബി സ്ക്വയർ, എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ. ഇതിൽ നിന്ന് രണ്ടൊന്നും കോമൺ എടുക്കുക, ഇതിൽ നിന്ന് രണ്ടൊന്നും കോമൺ എടുക്കുക. ഇത് മായ്ക്കുന്നുണ്ട് കേട്ടോ, ബാക്കി ഞാൻ ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിങ്ങനെ വീഡിയോ കാണുമ്പോൾ നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോവാം, സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് നോട്ട് ചെയ്യാം. ഇതിൽ നിന്ന് ബി സി കോമൺ എടുത്താൽ സി മൈനസ് ബി, ഇതിൽ നിന്ന് എ കോമൺ എടുത്താൽ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് സി മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ബി എന്ന് എഴുതാം. ഇതിൽ നിന്ന് രണ്ടെന്നും സി മൈനസ് ബി കോമൺ എടുക്കാം. ബാക്കി നമുക്ക് ആൻസർ കിട്ടുന്ന രീതിയിൽ തിരിച്ചിടാം. രണ്ടും പോസിറ്റീവായി, മൈനസ് മൈനസ് പ്ലസ് ആയി. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എ മൈനസ് ബി, ബി മൈനസ് സി, സി മൈനസ് എ ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. പക്ഷെ നല്ല ക്വസ്റ്റ്യനാണ്. ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് അതിലേക്ക് എത്തിയത് എന്ന് നോക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് കണക്ട് ചെയ്യുന്ന വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഈ ക്വസ്റ്റ്യനായിട്ട് കണക്ഷൻ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ. ഇതോടക്കട്ടെ. നേരത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായതായിരുന്നു. ഇത് അടുത്ത് ബി സി എ സ്ക്വയർ ബി സി
ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഷോ ദാറ്റ് ഇതിൻ്റെ ആൻസർ ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിൻ്റെ ആൻസർ ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദിസ് ഡിറ്റർമിൻഡ് ഈക്വൽ ടു ഇതെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. നോക്കിക്കോ, നിങ്ങൾ ഒരു റോ ഒരു കോളങ്ങ് സെയിം ആക്കുക. ഫസ്റ്റ് റോനെ എനോട് മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് റോനെ വെറുതെ എനോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എനോട് ഡിവൈഡ് ചെയ്യണം. സെക്കൻഡ് റോനെ ബിനോട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. തേർഡ് റോനെ സിനോട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ നമ്മൾ സി കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആദ്യം. ബാക്കി ഡിറ്റർമിനൻറ്റ് എനോട് മൾട്ടിപ്ലൈ ചെയ്യാം. ബിനോട് സിനോട് വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഡിവൈഡ് ചെയ്യും വേണം. അടുത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ പ്രൂവ് ദാറ്റ് ഇതാണ്, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി തേർഡ് കോളത്തിൽ സെയിം അല്ല, അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. നോക്കിക്കോ, ഈ തേർഡ് കോളത്തിൽ നിന്ന് എ ബി സി ഔട്ട് സൈഡ് എടുക്കാം. ബൈ എ ബി സി ഓക്കെ. ഇത് രണ്ടും കട്ട് ചെയ്ത് ഇതായിരിക്കും. ഇതിന് പകരം ഈ ഡിറ്റർമിനൻറ്റ് കണ്ടാൽ മതി. ഇത് അതേപോലെ ഈ ഒരു 1 വെച്ചിട്ട് മറ്റേ 2 0 ആക്കിയാൽ മതി. പക്ഷേ നമുക്കിങ്ങനെ നേരത്തെ മാതിരി ചെയ്തു പോകേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചെയ്യണം. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാൻ അതിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ ഈ ഒരു ഇത് തന്നെയാണ് ഇതും. കാരണം 1 1 1 എ സ്ക്വയറിൻ്റെ ടൈം എ ക്യൂബിൻ്റെ ആ ഒരു പാറ്റേൺ, ഇവിടെ എ സ്ക്വയറിൻ്റെ പാറ്റേൺ എ ക്യൂബിൻ്റെ പാറ്റേൺ 1ൻ്റെ പാറ്റേൺ. അപ്പോൾ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്താൽ ഇതിലേക്ക് എത്തും. ഇതിൽ C2 ഇൻ്റർചേഞ്ച് C3. ഇങ്ങനെ വരും. അപ്പോൾ ഒരു പ്രാവശ്യം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് ആവും. ഇതിൻ്റെ ആൻസർ ഇങ്ങനെ ചെയ്തു വരികയാണ്. അപ്പോൾ ഇത് ഈക്വൽ ടു മൈനസ് ഇടും. വീണ്ടും C1 ഇൻ്റർചേഞ്ചസ് ടു C2. അപ്പോൾ ഇതിൻ്റെ സൈൻ ചേഞ്ച് ആവും. അപ്പോൾ പ്ലസ് ആവും. അപ്പോൾ ഇത് ഈ ഡിറ്റർമിനൻറ്റ് കാണുന്നതിന് പകരം ഈ ഡിറ്റർമിനൻറ്റ് കണ്ടാലും മതി. ഇതിന് ഇതും ഈക്വലാണ്. അപ്പോൾ ഇതിനങ്ങനെ ചെയ്ത് ഇതിൽ നിന്ന് കിട്ടി. ഈ ഡിറ്റർമിനൻറ്റ് നിങ്ങൾ കാണണം. എക്സാമിന് ഇത് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നിങ്ങൾ കാണണം. പക്ഷെ ഞാനിപ്പം ചെയ്യുന്നില്ല, ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ നേരത്തെ കണ്ടെത്തി ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണെന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് നേരത്തെ ചെയ്തതുപോലെ അങ്ങ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. പ്രൂവ് ദാറ്റ് x plus 4 2x 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 x plus 4 2x 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 x plus 4 5x plus 4 into 4 minus x the whole square. ഇതിനെ ഡിറ്റർമിൻ്റ് ഇതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, നോക്കാം. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു റോയിൽ ഐഡൻറ്റിക്കൽ എലമെൻറ്റ് കിട്ടാൻ മൊത്തമായിട്ട് ആഡ് ചെയ്താൽ മതി.
അപ്പോൾ അത് പുറത്തെടുത്താൽ 1 1 1 നേരത്തെ ഐഡിയ വെച്ച് ചെയ്യാം. അപ്പോൾ അപ്ലൈ R1 changes to R1 plus R2 plus R3. അപ്പോൾ മൊത്തം ആഡ് ചെയ്ത് x plus 4 2x 2x 5x plus 4. അടുത്തതും 5x plus 4. അടുത്തത് 2x ഇനി ഇതിൽ നിന്ന് 5x plus 4 കോമൺ എടുക്കുക. 1 1 1. ഇനി ഈ രണ്ട് എലമെൻറ്റും 0 ആക്കുക. ഓക്കെ, അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് പഠിച്ചു. ഇത് മൈനസ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 4 മൈനസ് 2x 4 മൈനസ് എക്സ്. സീറോ. ഇങ്ങനെ കിട്ടും. ഇനി ഫൈവ് എക്സ് പ്ലസ് 4 ഇൻറ്റു ഒരു ഫസ്റ്റ് റോ വെച്ച് ചെയ്യാൻ ഒരു എലമെൻ്റ് വെച്ച് ഡിറ്റർമിൻ്റ് കണ്ടാൽ മതി. 1 ഇൻറ്റു ഫൈവ് എക്സ് പ്ലസ് 4 ഇൻറ്റു ഇതിൻ്റെ ഡിറ്റർമിൻ്റ് 4 മൈനസ് എക്സ് ഇൻറ്റു 4 മൈനസ് എക്സ് 4 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 5x plus 4 ഇൻറ്റു 4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്ത് നമുക്ക് ഇതങ്ങ് അവസാനിപ്പിക്കാം. എന്നിട്ട് അടുത്ത ഇതിലേക്ക് പോവാം. ഓക്കെ, ഇനി ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രൂവ് ദാറ്റ് ഓക്കെ. അപ്പോൾ ഇത് ഈക്വൽ ടു ഇത് എന്ന് പ്രൂവ് ചെയ്യണം. നേരത്തെ പോലെ തന്നെ സെയിം ആക്കാൻ വേണ്ടി മൊത്തം അങ്ങ് ആഡ് ചെയ്താൽ മതി. മൊത്തത്തിൽ അങ്ങ് ആഡ് ചെയ്യുക.
ഇനി ഫസ്റ്റ് റോയിൽ നിന്ന് 3y പ്ലസ് കെ എന്നുള്ളത് കോമൺ എടുക്കുക. ഇനി ഈ 1ഉം ഈ 1ഉം 0 ആക്കുക. ത്രീ വൈ പ്ലസ് കെ. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. ഫസ്റ്റ് റോ വെച്ച് ചെയ്ത ഒരു എലമെൻറ്റ് വെച്ച് ചെയ്താൽ മതി. ത്രീ വൈ പ്ലസ് കെ, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കെ സ്ക്വയർ. അപ്പോൾ കെ സ്ക്വയർ ഇൻറ്റു 3y പ്ലസ് കെ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഇപ്പോൾ കുറേയൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇത് ഈക്വൽ ടു ഇത് എന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ റൈറ്റ് ഹാൻഡ് സൈഡ് അത് കണ്ടെത്തി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.